തേനിൻ്റെ മധുരമാണ് ഡ്രാഗൺ ഫ്രൂട്ടിന്. ഒരു തവണ രുചിച്ചു നോക്കിയവർക്ക് വീണ്ടും കഴിക്കാൻ തോന്നുന്ന അത്രയും രുചികരം. അങ്ങനെയുള്ള ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കലവറയാണ് പെരുവയൽ പള്ളിക്കടവിലെ മേലെ തച്ചുലോത്ത് മല. നേരത്തെ പാറക്കെട്ടായി ആർക്കും വേണ്ടാതിരുന്ന സ്ഥലമാണ് ഇന്ന് ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടമാക്കി മാറ്റിയെടുത്തത്. വാർത്തയിലേക്ക്. പെരുവയലിലെ പാരമ്പര്യ കർഷകനായ പള്ളിക്കടവ് കണ്ണച്ചോത്ത് അലിയാണ് 70 സെന്റ് സ്ഥലത്ത് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ മാധുര്യം നിറച്ചത്. എല്ലാ കൃഷികളും ചെയ്ത് തഴക്കമുണ്ടെങ്കിലും 1 വർഷം മുമ്പാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാൻ തുടങ്ങിയത്. 8 മാസത്തെ പരിചരണത്തിൽ മികച്ച വിളവാണ് ഇത്തവണ ലഭിച്ചത്. മലേഷ്യൻ റെഡ് ഇനത്തിൽപ്പെട്ട ഡ്രാഗൺ ഫ്രൂട്ടിന്റെ മേന്മയറിഞ്ഞ് അടുത്ത ജില്ലകളിൽ നിന്ന് പോലും നിരവധി പേരാണ് ആവശ്യക്കാരായി എത്തുന്നത്. പ്രാദേശിക വിപണിയിലാണ് അലിയുടെ ഇപ്പോഴത്തെ വിപണനം. എന്നും കുറച്ചെങ്കിലും പറിച്ച് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. വിപണിയിൽ പല ആളുകളും വയനാട് ജില്ലയിൽ നിന്ന് അവിടെ നിന്നൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷേ കൊടുക്കാൻ ഇപ്പോൾ സാധനമില്ല. ഇനിയിപ്പോൾ ഒരു അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് നല്ല ഒരു സംവിധാനത്തിൽ ഇത് കൂടും. ഇതിനൊക്കെ ശിഖരങ്ങൾ ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു 25-30 കിലോ ഒക്കെ കിട്ടുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഉള്ളത്. മറ്റ് കൃഷികളൊക്കെ മഴക്കാലത്ത് വരുമാനം നൽകാത്ത അവസ്ഥയുണ്ടാകുമ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷിയിടത്തിൽ നിന്നും വർഷകാലത്ത് വരുമാനം ലഭിക്കും എന്നതാണ് പ്രധാന പ്രത്യേകത. കൂടാതെ പരിചരണവും വളരെ കുറച്ചു മതി. ആദ്യ തവണ തന്നെ മികച്ച വിളവ് ലഭിച്ചതോടെ വരും വർഷത്തിൽ പാറക്കെട്ട് നിറഞ്ഞ മലയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് കൂടി ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷി വ്യാപിപ്പിക്കാനാണ് അലിയുടെ ഉദ്ദേശം. കൂടാതെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിരീതിയുടെ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും അലി എന്ന ഈ കർഷകന് താൽപ്പര്യമുണ്ട്. ന്യൂസ് ബ്യൂറോ, മാവൂർ.